അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനേ ഇന്ന് നാട്ടിൽ തന്നെയാണ്, വീട്ടിലാണല്ലോ കേട്ടോ. ഞാൻ കുറേ ആലോചിച്ചു. സംഭവം ഈ ഒരു കാര്യം നടന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ചെയ്യണോ ചെയ്യണ്ടേന്ന് ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ തോന്നി ചെയ്യാം എന്ന് തോന്നി. കാരണം ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് നിങ്ങളും കൂടി ആണല്ലോ എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കണം എന്ന് തോന്നി. അറിയിച്ചിട്ടില്ലെങ്കിൽ മോശമാണെന്ന് തോന്നി. ഞാൻ വീണ്ടും പറയാണ്, കുറച്ച് വൈകിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. എന്താ സംഭവം എന്നല്ലേ, ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. വലിയ സ്വപ്നങ്ങളായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ സ്വപ്നങ്ങൾ മലയോളം കണ്ടാലും ചെറുതായിട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ. എന്നാലും ആ ഒരു വലിയ സ്വപ്നം ചെറിയ തോതിലൊന്ന് സാധിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നല്ലേ, എൻ്റെ ഭയങ്കര എന്താ പറയുക, ഉള്ളിൽ നിന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുമ്പോൾ ഈ വലിച്ചു നീട്ടി സസ്പെൻസ് ആക്കിയെന്നൊന്നും പറയരുത്. ഇത് സസ്പെൻസ് ആക്കിയിട്ടില്ലെങ്കിൽ ഒരു രസമല്ല ഇതിൽ. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഞാൻ ചെറിയൊരു കുഞ്ഞു വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു എനിക്ക് പറ്റിയൊരു മിനി കൂപ്പർ, അഥവാ എൻ്റെ ഈ ഒരു ശരീര വലുപ്പത്തിനനുസരിച്ച് ചെറിയൊരു മിനി കൂപ്പർ നിലപ്പത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പുതക്കണ ഒരു ഗ്രീൻ സ്ക്രീൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഡെലിവറിക്കൊന്നും സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ രാത്രി പോയിട്ടാണ് വണ്ടി എടുത്തത്. വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ നേരെ പോന്നു. അന്ന് ഇതേപോലെ തന്നെ എന്താ പറയുക, ഈ സാധനം വലിച്ചെടുക്കണം, പിന്നിക്ക് വലിക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്തായാലും നിങ്ങളിത് കാണുന്നുണ്ടാവും. ഏതാ വണ്ടി എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ കാണുന്ന ആളുകൾക്ക് അറിയാം കേട്ടോ. അതുമാത്രമല്ല, എടുത്ത സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ അവർക്കും ചിലപ്പോൾ അറിയാം. ഇനി വണ്ടി ഏതാണെന്ന് ഞാൻ പറഞ്ഞതല്ല. എന്തായാലും ഞാൻ ഈ ഒരു സാധനം മാറ്റി കാണിച്ചു തരാം. ഓക്കെ, ഇതിലൊക്കെ ഞാൻ തന്നെയാണ്. കാരണം നമുക്ക് ഷോറൂം പേര് ആരും ഇല്ല. നമ്മൾ പിന്നെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്ക് അങ്ങനത്തെ വലിയ സെറ്റപ്പ് ഒന്നുമില്ലോ. നമ്മൾ ചെറിയൊരു ആഗ്രഹം സാധിപ്പിക്കാനില്ല, വലിയൊരു ആഗ്രഹം ചെറിയ തോതിൽ സാധിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു തുണി എല്ലാവരും പിന്നിട്ട് ലെവലിക്കൽ ഞാൻ മുന്നിക്ക് വിളിക്കാൻ പോവാണ്. ഇങ്ങോട്ട് വാ, പച്ച സ്ക്രീന്. ഇതാണ് നമ്മളെ വണ്ടി. ഇനി ഞാൻ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരട്ടെ, ഉള്ളും പുറമൊക്കെ. ഇവിടെ ഓക്കെ, കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നൊരു സ്വപ്നമായിരുന്നു. ഇതുവരെ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ബൈക്കിലും ബസ്സിലും അതേപോലെ തന്നെ ട്രെയിനിലും ലോങ്ങൊക്കെ ആണെങ്കിൽ ട്രെയിനിലാണ് പോകൽ. അപ്പോൾ അതിനൊക്കെ ശാശ്വതമായിട്ട് ഒരു പരിഹാരം ഇവിടെ നോക്കിയൊരു കുഞ്ഞി വണ്ടി, അഥവാ ആൾട്ടോ കേട്ടൺ കേട്ടോ. ഇത് മോഡൽ 2012 വരുന്നത്. ഞാൻ വണ്ടി കണ്ടു. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ മണ്ണർക്കാട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കേണ്ട നാട്ടിൽ തന്നെ എടുത്ത വണ്ടി വന്നിട്ടുള്ളത് KL7 രജിസ്ട്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എടുത്തിട്ട് ഒരു മാസമൊക്കെ ആയിട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സ്പോട്ടിൽ ഞാൻ എന്ത് ചെയ്തു, അഡ്വാൻസ് കൊടുത്തു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വണ്ടി ഇറക്കിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മാസമായി. ഞാൻ അങ്ങനെ ആലോചിച്ചു കുറേ ഇടണോ, എന്താ ഈ ചെറിയ വണ്ടിയൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എല്ലാ മനുഷ്യന്മാർക്കും ഇപ്പോൾ ഈ മിനി കൂപ്പറും അല്ലെങ്കിൽ വലിയ വലിയ വണ്ടികളൊക്കെ എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഓരോ പടവുകൾ ചവിട്ടിയിട്ട് തന്നെയല്ലേ വലുതൊക്കെ എത്തുക. അപ്പോൾ ഇത് പറയാതിരിക്കണത് ശരിയല്ലല്ലോ. കാരണം ഇതിന് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും കാരണക്കാരാണ്. എന്നെ കാണുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്താ പറയുക, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്, കുറച്ച് പേരെങ്കിലും എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, 1 ലക്ഷത്തിൽ ചില്ലാനും ഫോളോവേഴ്സ് നമുക്കുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നുമല്ല. വെറുപ്പുള്ളവരുണ്ടാവാം, ദേഷ്യമുള്ളവരുണ്ടാവാം, നമ്മളെ ഉപദേശിക്കുന്ന ആളുകളുണ്ടാവാം. അവരുടെയൊക്കെ ഒരു സമ്മതപ്രകാരം അല്ലെങ്കിൽ ആ ഈ ഒരു സന്തോഷ നിമിഷം അവരെയും കൂടി ഒന്ന് കാണിക്കേണ്ടതല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക രാജാവ്. ഇപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ പോകല്. ഇത് നിങ്ങളെ കാണിച്ചിട്ടില്ലേ പിന്നെ ഞാൻ എന്തിനാ പറ്റുക? ഞാൻ അങ്ങനെ ഇരുന്ന് കുറേ ആലോചിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയുടെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട്, അഥവാ ഞാൻ പറഞ്ഞില്ല, ഉള്ളും പുറമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് തോന്നിയപ്പോൾ ഞാൻ കൊടുത്തതാണ്. ഇതിൻ്റെ എന്താ പറയുക, ഇഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ സഫാരി അൻഫലൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതേപോലെ ഡജീബ് പോലെ വണ്ടിയുടെ ഉള്ളിലത്തെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ വണ്ടിയിൽ എണ്ണ അടിക്ക് ഓടും, എന്തെങ്കിലും കേടുണ്ട് എന്തെങ്കിലും വർഷോപ്പ് കൊണ്ടുവന്നു. ഓക്കെ, ഉള്ളൊക്കെ നല്ല പക്ക നീറ്റാണ്. അങ്ങനെ കണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തൊരു വണ്ടിയാണ്. ഏകദേശം 1 ലക്ഷം കിലോമീറ്ററിൽ താഴെ വണ്ടി ഓടിയിരുന്നുള്ളൂ. ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു 3000-4000 കിലോമീറ്റർ ഞാൻ തന്നെ ഓടിയിട്ടുണ്ട് കേട്ടോ. നോക്കി, നമ്മളെ ചോറ് ഇതാണല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ വണ്ടി എടുത്തത് ഇവിടുന്ന് കേട്ടോ, മണ്ണാർക്കാട് ഡ്രീം കാർ എന്നാണ്. നമ്മളൊരു അവിടെ ചെന്ന് പരിചയപ്പെട്ടത് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ പറയും, ഇതാണ് നമ്മൾ ചെറിയ അഥവാ വലിയൊരു സ്വപ്നം ചെറിയ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെയാണല്ലോ വലുതാവല്ലേ. ഇനിയിപ്പോൾ അടുത്ത സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ എല്ലാവരുടെയും സപ്പോർട്ടും തെറി പറച്ചിലും കുറ്റം പറച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും വലുതെടുക്കണം. അപ്പോൾ ഇതേമാതിരി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഷോറൂമിലൊക്കെ പോയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അല്ലാത്തവരിങ്ങനെ ഇങ്ങനെ പറയുന്ന തെറിങ്ങളും പറഞ്ഞു കേട്ടോ. പല ആളുകളും പറയില്ല ജോലി എടുത്ത് ജീവിക്കടാ. നമ്മൾ എടുക്കുന്ന ഒരു ജോലിയാണ്. ഒരു ജോലി എന്ന് പറയുന്നത് ഇതിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സന്തോഷ നിമിഷത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ചില ആളുകളോട് പറഞ്ഞല്ലേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് പറയണത്. നമുക്ക് ജോലി എടുക്കണം എന്തിനാ? നമുക്ക് ശമ്പളം കിട്ടാനാണ്. ആ ശമ്പളം നമുക്ക് ഏത് ജോലി എടുത്താലും കിട്ടുമെങ്കിൽ അതാണ് നമ്മളെ ജോലി. എന്തിന്നാണോ നമുക്ക് വരുമാനം വരുന്നത്, അതാണ് നമ്മുടെ ഇൻകം സോഴ്സ്. ഏതാണോ അതാണ് നമ്മുടെ ജോലി.
ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞൊരു 80% എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് എൻ്റെ റവന്യൂ വരുന്നത്. ഓക്കെ, അതിപ്പോൾ ഇനി പ്രൊമോഷൻ ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ റവന്യൂ ആണെങ്കിലും ഒക്കെ എനിക്ക് വരുന്ന റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ അതാണ് എൻ്റെ ജോലി. ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കല്ല് കടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്തായാലും ഇത്രയും കാലം നമ്മളെ കൂടെ കട്ടക്ക് നിന്ന് സപ്പോർട്ട് ചെയ്ത് കുറ്റം പറഞ്ഞ് തെറി പറഞ്ഞ് നമ്മളെ പിന്നെ എന്താ പറയുക കളിയാക്കിയവരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും പിന്നെ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. നിങ്ങളുടെ ഓരോ പിന്നെ ഉപദേശവും കളിയാക്കലും തെറി പറച്ചിലും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു പിന്നെ ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിന് കാരണം. എന്തായാലും ഞാൻ ഒരുപാട് വൈകി, ഒരു മാസത്തിലധികമായി വണ്ടി എടുത്തിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. കാരണം നമുക്ക് ഒരു സംഭവം കിട്ടുമ്പോൾ നമുക്ക് സൈഡ് കൂടെ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും പിന്നെ അറിഞ്ഞും അറിയാതെയൊക്കെ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പല കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ വീഡിയോയിൽ പബ്ലിക്കായിട്ട് കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കൊട്ടാരം, ഇതാണ് നമ്മുടെ മിനി കൂപ്പറും പിന്നെ എന്താ പറയുക ഡിഫൻഡറും ഇന്നോവയും എല്ലാ സാധനവും ഇതാണ്. ആൾട്ടോ കേട്ടൻ. ഓക്കെ, 2012 മോഡൽ, നല്ല ക്ലീൻ വണ്ടി. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇനി തെറിയാണെങ്കിലും ശരി താഴത്ത് രേഖപ്പെടുത്തിക്കോ. അപ്പോൾ ബൈ.